ഷമീർക്ക വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. എന്താ വിശേഷം? ഇന്ന് ബാപ്പയുടെ പിറന്നാളാ. അതേ മോനെ, എല്ലാ വർഷവും എന്റെ പിറന്നാൾ കൊണ്ടാടണമെന്ന് എവർക്കാ നിർബന്ധം. കുറച്ച് ദിവസമായി നിന്നോടൊരു കാര്യം പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. എന്താ മാവ? ഷീജയ്ക്ക് കല്യാണ കാര്യങ്ങൾ പലതും വരുന്നുണ്ട്. പക്ഷെ തുറന്നു പറയാമല്ലോ, എന്റെ മനസ്സിലെ ആഗ്രഹം അവളെ നിന്നെ കൊണ്ട് കെട്ടിക്കണമെന്ന്. എന്താ നിന്റെ അഭിപ്രായം? ഞാൻ ഇതുവരെ അതേക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. എന്നാ ഇപ്പൊ ആലോചിച്ചോ. അവക്ക് നീ എന്ന് പറഞ്ഞ പ്രാണനാ. ഷീജയോട് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ മാവ പറഞ്ഞ കാര്യം സമ്മതിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ ഷീജയെ കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതമില്ലെന്ന്. മണ്ടി പെണ്ണെ, എന്തിനാ കരയുന്നേ? ഇതിലും വലിയ എത്രയോ മലകൾ ചവിട്ടി കയറിയിരിക്കുന്നു. പിന്നെയാണോ ഈ കുന്ന്? നീ സമാധാനപ്പെടും. ഒരു തോന്നലിന് അവൻ എന്തോ പറഞ്ഞു പോയതാണ്. നാളെ അവനെ കൊണ്ട് ഇത് മാറ്റി പറയിച്ചില്ലെങ്കിൽ ഈ അമ്മായിയുടെ പേര് റംലയെന്നല്ല. ഷമീർക്ക നൂർജഹാനെ അടുപ്പത്തില്ല. അതോ ഇപ്പോ ഇതിനെതിരെ പറയാൻ കാരണം? അതോർത്ത് നീ വിഷമിക്കണ്ട. ഈ റംലയുടെ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം കാലം അവൻ അവളെ നിക്കാഹ് ചെയ്യാൻ പോകുന്നില്ല. ഞാനാ പറയുന്നത്. ഷീജ ഇന്ന് വന്നില്ല. അവളിൽ വരുമെന്ന് തോന്നുന്നില്ല. കാരണം ഇന്നലെ അവളും ബാപ്പയും കൂടെ വീട്ടിൽ വന്നിരുന്നു. എന്നെ കൊണ്ട് ഷീജയെ കല്യാണം കഴിപ്പിക്കാമെന്ന് ഇന്നലെ ഉമ്മ അവൾക്ക് വാക്ക് കൊടുത്തിരിക്കുകയാണ്. ഒടുവിൽ ഒരുപാട് പ്രതിബന്ധങ്ങളെ തരണം ചെയ്താണ് ഞാനും ഷമീർക്കയും തമ്മിലുള്ള കല്യാണം നടന്നത്. ഞാനോളെ എതിർക്കാനുണ്ടായ കാരണം ഇനി വിശദീകരിക്കണ്ടല്ലോ. ഒന്നും വേണ്ട. ഏതായാലും അമ്മായിക്ക് ഷീജയോടുള്ള ഈ അതിരുകവിഞ്ഞ സ്നേഹം അപകടമാണ്. അസ്സലാമലൈക്കും. അലൈക്കും സലാം. വാളിയ ഇരിക്കേ. എപ്പോ വന്നു? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ആ പിന്നെ എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ? എന്ത് വിശേഷങ്ങൾ? ആ അങ്ങനെയാണ് പോകുന്നു. അൻസാരി മാമയും നോക്ക് പെരുന്നാൾ ഡ്രസ് കൊണ്ടുവന്നതാവും. ആ കൊല്ലം ഒരുപാടായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഇന്ന് വരെ ഒരു പെരുന്നാളിനും എന്റെ കെട്ടികൾക്കോ മക്കൾക്കോ ഒരു കീറ തുണി പോലും ഇവിടുന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. കീറ തുണി വാങ്ങി തന്ന് അസലാലി ആക്ഷേപിക്കാൻ ഞങ്ങളെന്താ അത്ര എരപ്പാളോ പറ്റുവാണോ? നൂർജഹാനെ, ദാ നിന്റെ ബാപ്പ. ഇതാ മോളെ ഇക്കൊല്ലത്തെ പെരുന്നാൾ പുടവ. അങ്ങനെ അങ്ങ് കൊണ്ടുപോയാലോ? ഞങ്ങളും കാണട്ടെ. ഇതാണോ ബാപ്പ പുന്നാരമൊക്കെ കൊണ്ടുവന്ന പെരുന്നാൾ ഡ്രസ്? ഇതിവിടെ കൂലിപ്പണിക്ക് നടക്കുന്ന പെണ്ണുങ്ങൾ പോലും കൊടുക്കത്തില്ല. ദാ നോക്ക്, സ്വപ്നയുടെ ബാപ്പ അവൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന പെരുന്നാൾ പുടവ അന്തസ്സുള്ളവർ അങ്ങനെയാ. ഇതിന്റെ ഒന്നും ആവശ്യം ഇപ്പൊ ഇവിടെ ഇല്ല. അതും ഇത്രക്ക് വില കൂടിയ തുണികൾ. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായി വരുന്ന പെരുന്നാളല്ലേ എന്ന് വെച്ച് ചുമക്കാൻ വയ്യാത്ത ഭാരം എടുത്ത് തലയിൽ വെക്കണം. മാമയ്ക്ക് മകളായിട്ട് നൂർജ് മാത്രമല്ലല്ലോ, താഴെയും വേറെ പെൺകുട്ടികളില്ലേ. അവർക്കും കല്യാണപ്രായമായി വരികയാണെന്നുള്ള വിചാരം മാമയ്ക്ക് വേണം. മേലിതൊന്നും ആവർത്തിക്കരുത്, എനിക്കിഷ്ടമല്ല. കഴിഞ്ഞ തവണ ഞാൻ കൊണ്ടുവന്നിരുന്ന തുണികൾ ഒന്നും മോശമായിരുന്നില്ലല്ലോ. പിന്നെ എന്തിനീ മാറാപ്പുകളൊക്കെ ഇങ്ങോട്ട് കിട്ടിയെടുത്തു? നോമ്പും പെരുന്നാളും ഒക്കെ വരുമ്പോ മക്കളെ ഓർക്കാതിരിക്കാൻ ഉമ്മബാപ്പമാർ കഴിയൂ?
അങ്ങനെ അങ്ങ് ദേഷ്യപ്പെട്ട് പോയാലളിയാ അളി ഇരുന്നാട്ടെ. മാമ ഫോണിലാണോ? അമ്മായി കഥയില്ലാതെ എന്തോ പറഞ്ഞെന്ന് വെച്ച്. ഇല്ല സുനാലി, ഇവിടെ ഞാനൊരു അധികപ്പറ്റാണ്. ഇതിനു മുമ്പും എനിക്കിവിടുന്ന് മാനക്കേടെ കിട്ടിയിട്ട് ഇനി അത് താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. നീ കണ്ടതല്ലേ ഞാൻ ആ വീട്ടിൽ നിന്ന് നാണം കെട്ടിറങ്ങിപ്പോന്ന കാഴ്ച? ആ ഇൻസ്പെക്ടറുടെ മുമ്പിൽ വെച്ച് അവരെന്നെ മനഃപൂർവ്വം കൊച്ചാക്കുകയായിരുന്നു. അതേ ഇൻസ്പെക്ടറുടെ മുമ്പിൽ വെച്ച് എനിക്ക് അവരോട് പകരം ചോദിക്കാൻ വയ്യാഞ്ഞിട്ടല്ല. ഞാനതിന് തുനിഞ്ഞാൽ ആ കുടുംബം തകരും. അതിന്റെ ചീത്തപ്പേര് മുഴുവൻ വന്ന് വീഴുന്നത് എന്റെ മകളുടെ തലയിലായിരിക്കും. ഹസനാലിക്കറിയാമല്ലോ, സ്ത്രീധനം വാങ്ങുന്ന കാര്യത്തിൽ ഷമീർ എതിരാണ്. പക്ഷെ അവിടെ നടന്നത് എന്താണെന്നറിയാമോ? നൂർജഹാൻ കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുകയാണെന്ന് അളിയൻ അറിയാമല്ലോ. മരിക്കുന്നതിന് മുമ്പ് അതൊന്ന് നടന്നു കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മോളുടെ കല്യാണത്തിന് പലതും സഹായം വേണമായിരിക്കും. വല്ലവരുടെയും മുമ്പിൽ കൈനീട്ടിക്കൊണ്ട് അവളുടെ വിവാഹം നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അങ്ങനൊരു ഗതികേട് വരികയാണെങ്കിൽ കുറച്ച് വിഷം വാങ്ങി അവൾക്കും കൊടുത്ത് ഞാനും കഴിക്കും. അളിയനല്ലെങ്കിലും പണ്ടേ ഒരു അഭിമാനിയാണല്ലോ. നൂർജഹാന്റെ ഉമ്മ മരിക്കാൻ നേരത്ത് ഷമീറിനെ കൊണ്ട് അവളെ കെട്ടിക്കാമെന്ന് അളിയൻ അവളുടെ ഉമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു. അത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത്. ഒന്നും ഞാൻ മറന്നിട്ടില്ല. മറക്കാതിരുന്നിട്ടെന്താ? അന്നത്തെ കാലമാണോ ഇന്ന്? ഇന്നിപ്പോ ഷമീറിന് വല്ലതും കാര്യമായിട്ട് കിട്ടാനുള്ള ചുറ്റുപാടുണ്ട്. 50 പവന്റെ സ്വർണവും 50,000 രൂപയും തരാമെന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്കുക. ഒരു കച്ചവടത്തിനായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. തന്നെയുമല്ല, നൂർജഹാനെ മാത്രം കെട്ടിച്ചയച്ചാ പോരല്ലോ, താഴെ 2 എണ്ണം വേറെയുമുണ്ട്. അളിയന് പെങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയില്ലെങ്കിൽ എനിക്ക് അതേക്കുറിച്ചൊന്നും പറയാനില്ല. പോകാൻ വരട്ടെ, അളിയനിരിക്കെ. എന്താ വേണ്ടത്? എന്നോടാണ് ചോദിക്കുന്നത്. ഒന്നും കിട്ടാതെ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന് ചിലവിന് കൊടുക്കാൻ പറ്റില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ നൂർജിഹാനെ കല്യാണം കഴിക്കുന്നതാണ് ഷമീറിന് ഇഷ്ടം. ആ നിലയ്ക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു നീക്കുപോക്ക് ഉണ്ടാകുന്നതാണ് നല്ലത്. ബാപ്പയ്ക്കും മോനും അതാണ് ഇഷ്ടമെങ്കിൽ ഞാൻ കടുംപിടുത്തം പിടിച്ചിട്ടെന്താ? പക്ഷെ ഒരു കാര്യം, കുറഞ്ഞത് 25,000 രൂപയും 25 പവന്റെ സ്വർണവും കിട്ടാതെ ഈ കല്യാണം നടത്താൻ പറ്റില്ല. 25,000 രൂപയും 25 പവന്റെ ആഭരണം. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. പൊന്നും പണവും തരുന്നത് യാതൊരു കാരണവശാലും ഷമീർ അറിഞ്ഞു പോകരുത്. കാശ് വാങ്ങി കല്യാണം കഴിക്കുന്നതിൽ അവൻ എതിരാ. അവൻ അറിഞ്ഞാൽ ഈ കല്യാണം നടക്കലുണ്ടാവില്ല.